ആചാര്യ TV ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പതഞ്ജലി യോഗസൂത്രം. അപ്പോൾ പതഞ്ജലി മഹർഷിയാണ് യോഗസൂത്രത്തിൻ്റെ ആചാര്യൻ. അദ്ദേഹം പല നിയമങ്ങളും അതിൽ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഈ നിയമം അവനവൻ്റെ ജീവിതത്തിൽ സ്വാംശീകരിച്ച് നമ്മൾ ധ്യാനം ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിനനുസരിച്ച് സാധന ചെയ്താൽ നമ്മളെ സമാധിയിലെത്തും, ഈശ്വര സന്നിധിയിലെത്തും, ഈശ്വരാനുഭൂതിയിലെത്തും. അപ്പോൾ 8 നിയമങ്ങളുള്ളത് നമുക്ക് പറയാം. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ഇതാണ് ആ 8. യമ നിയമത്തിലൂടെ നമ്മൾ സഞ്ചരിക്കാൻ തുടങ്ങിയാൽ തന്നെ നമ്മുടെ മനസ്സ് ശുദ്ധിയാവാൻ തുടങ്ങും. പിന്നെ നമ്മൾ വേണ്ടാത്തതൊന്നും ചെയ്യില്ല. പല വൃത്തികെട്ട അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ നമ്മൾ നിൽക്കും. അമിതമായി ധനം സമ്പാദിക്കുക, നുണ പറയുക, കളവ് പറയുക, മറ്റുള്ള സ്ത്രീകളെ കാമിക്കുക, ഈ വക ദുശ്ശീലങ്ങളും ഒക്കെ മാറുന്നൊരു പ്രക്രിയയാണ് യമവും നിയമവും. ഇതിലൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ശുദ്ധനായിത്തീരും. അങ്ങനെ ശുദ്ധി വന്ന മനസ്സിനും ശുദ്ധി വന്ന ഒരു ബുദ്ധിക്കും ശുദ്ധി വന്ന ഒരു ശരീരത്തിനും പിന്നെ 3ാമത്തെ പടി ആസനമാണ്. പിന്നെ അവൻ്റെ മനസ്സവനെ ബുദ്ധിമുട്ടിക്കില്ല, അവൻ സുഖമായിട്ടിരിക്കും ഒറ്റയില്. അപ്പം മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിക്കില്ല. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ശ്വാസത്തെ നിയന്ത്രിക്കണം. പ്രാണായാമൊക്കെ ഒരു ഗുരുവിൻ്റെ കീഴിൽ ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ അപകടമാവും. അങ്ങനെ നിശ്ചിത സമയം അവൻ്റെ ശ്വാസത്തെ നിയന്ത്രിക്കുന്നു. പിന്നെ പ്രത്യാഹാരം, ഉള്ളിലുള്ള നമ്മൾ ഇന്ദ്രിയങ്ങളൊക്കെ വലിച്ച് ആമടമാതിരി ഒരു പുറത്തേക്ക് വിടില്ല. പിന്നെ ധാരണ, പിന്നെ നമ്മൾ അതിനൊന്ന് ഉറപ്പിക്കുകയാണ് നമ്മൾ എന്താണ് ലക്ഷ്യം എന്നുള്ളത്. പിന്നെ ധ്യാനം, പിന്നെ അതിനെക്കുറിച്ച് ധ്യാനിക്കുക. ആ പരമതത്വത്തിലെത്താൻ വേണ്ടി മനസ്സിനെയൊക്കെ നിശ്ചലമാക്കി അതിലേക്ക് മനസ്സ് ലയിപ്പിക്കുകയാണ്. അങ്ങനെ ധ്യാനിച്ച് ആ വസ്തുവിനെ ധ്യാനിച്ച് ഒടുവിൽ മനസ്സില്ലാതെയാവും. ധ്യാനിക്കുന്ന മനസ്സ് അവിടെ ഇല്ലാതെയാവും, ധ്യാനിക്കുന്നവൻ അവിടെ ഇല്ലാതെയാവും. പിന്നെ അവിടെ ഉള്ളത് ധ്യാനിക്കുന്ന വസ്തുവാണ് അവിടെ ഉണ്ടാവുക. അപ്പൊ ഈശ്വരനെ ധ്യാനിച്ച് ആ മനസ്സ് അങ്ങോട്ട് നശിക്കും. ഈശ്വരൻ അവിടെ പ്രത്യക്ഷമാവും. ഈശ്വരൻ പ്രത്യക്ഷമാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രൂപം കൊണ്ടൊന്നല്ല, ആ അനുഭൂതി, ആ ആനന്ദം അവിടെ നമുക്ക് കിട്ടും. അതിന്റെ സ്വരൂപം ആനന്ദമാണ്. എത്ര സമയം വേണമെങ്കിലും നമുക്ക് ഇരിക്കാം. ഇപ്പൊ നമുക്ക് 1 മിനിറ്റ് ഇരിക്കാൻ പറ്റില്ല, 100,000 ചിന്തകൾ വരും. പക്ഷെ ഇങ്ങനെ നമ്മൾ ധ്യാനിച്ചിട്ട് ആ സമാധി അവസ്ഥയിലെത്തിയാൽ നമ്മൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞ് ആ സച്ചിദാനന്ദത്തിൽ മുഴുകി നമ്മളിങ്ങനെ ലയിച്ചിരിക്കും. ഇപ്പൊ ഉറക്കത്തിൽ നമ്മൾ എത്രയോ സമയം ഇരിക്കുന്നു, നമ്മൾ അറിയുന്നില്ല. ഇതല്ല, നമ്മുടെ സ്വബോധത്തോടുകൂടി ആനന്ദം അനുഭവിക്കുന്ന അവസ്ഥയാണ്. എത്ര സമയം പോയാലും അറിയില്ല, ഇവിടേക്ക് നമ്മളെ എത്തിക്കും. അത് മാത്രമല്ല, നമുക്ക് വേറൊരു ബോധം കൂടി വരുന്നു. നമ്മൾ ഈ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, നമ്മൾ ആ സച്ചിദാനന്ദ സ്വരൂപമാണ്, മരണമില്ലാത്ത സ്വരൂപമാണ് ഞാൻ എന്ന് അറിയുകയല്ല, അനുഭവവേദ്യമാകുന്നു. ഇതാണ് സമാധിയിൽ അനുഭവിക്കുന്നത്, ഒപ്പം ആനന്ദവും. അപ്പൊ പതഞ്ജലി യോഗസൂത്ര നമുക്ക് വേണമെങ്കിൽ അതിലൂടെ പോവാം. നമ്മൾ അതിലൂടെ പോവാൻ തുടങ്ങിയാൽ, ആത്മാർത്ഥമായിട്ട് പോവാൻ തുടങ്ങിയാൽ, ഈശ്വരനിലേക്ക് നമ്മളെ അടുപ്പിക്കുവാൻ എന്തായാലും അവിടെ ഒരു ഗുരു എത്തിച്ചേരും. ആ ഗുരുവിന്റെ നിർദ്ദേശം അനുസരിച്ച് നമുക്ക് പെട്ടെന്ന് മുന്നോട്ട് പോകാൻ കഴിയും, നമുക്ക് നമ്മുടെ ലക്ഷ്യം നേടാൻ കഴിയും. ഏതായാലും പതഞ്ജലി യോഗസൂത്രത്തെ പറ്റി വളരെ ചുരുക്കിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിവിടെ അവസാനിക്കുകയാണ്.